തൃശൂരിൽ രാഗം തിയേറ്റർ നടത്തിപ്പുകാരൻ സുനിലിനെയും ഡ്രൈവറെയും ആക്രമിച്ച സംഭവത്തിൽ കൊട്ടേഷൻ സംഘം പിടിയിൽ. കൊട്ടേഷൻ സംഘത്തിൽ ഉൾപ്പെട്ട 3 പേർ ഉൾപ്പെടെ 5 പേരാണ് പിടിയിലായത്. എറണാകുളത്തു നിന്നും തൃശൂരിൽ നിന്നുമാണ് പ്രതികൾ പിടിയിലായത്. സൂരജ് സജി ആ വാർത്തകൾ ഉന്നയിച്ചിരുന്നു. സൂരജ്, അതേതോ പ്രവാസി വ്യവസായിയുടെ കൊട്ടേഷനാണെന്ന് കേട്ടിരുന്നു. അപ്പോൾ എന്തിനാണ് കൊട്ടേഷൻ, എന്താണ് ആ പകയ്ക്ക് കാരണം തുടങ്ങിയ കാര്യങ്ങൾ കൂടി വ്യക്തത വരണം സൂരജ്. ഹാഷ്മി, കൊട്ടേഷന് പിന്നിൽ ആരാണ് എന്നത് സംബന്ധിച്ചുള്ള ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ ഈ അന്വേഷണ സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു വിവരം ഇപ്പോൾ ഇവർ നൽകിയിരിക്കുന്നത് സാമ്പത്തിക ഇടപാടുകളെ തുടർന്നുള്ള തർക്കത്തിന്മേലാണ് ഈ കൊട്ടേഷൻ നടത്തിയത് എന്നുള്ളതാണ്. തൃശൂർ സ്വദേശിയായിട്ടുള്ള സിജോയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇത് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയത്. ഇന്ന് പുലർച്ചെയാണ് സിജോയെയും അതോടൊപ്പം തന്നെ ഈ സംഘത്തിൽ ഉൾപ്പെട്ട മറ്റാളുകളെയും തൃശ്ശൂരിൽ നിന്ന് മാത്രമല്ല എറണാകുളം ഉൾപ്പെടുന്ന സമീപ ജില്ലകളിൽ നിന്നും പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. ഇപ്പോൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് ഈ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. നേരത്തെ തന്നെ, അതായത് ഈ ആക്രമണത്തിന് പിന്നാലെ തന്നെ പോലീസിന് ചില വിവരങ്ങളുണ്ടായിരുന്നു. അത് ഈ രാഗം സുനിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്ന സാമ്പത്തിക ഇടപാടുകൾ. അദ്ദേഹം ഈ സിനിമാ മേഖലയിൽ പ്രൊഡ്യൂസർ അടക്കമാണ്, പല സിനിമകളുടെയും നിർമ്മാതാവ് അടക്കമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏതെങ്കിലും സാമ്പത്തിക ഇടപാടുകളെ ചൊല്ലിയുള്ള തർക്കത്തിന്മേലാകാം ഈ ആക്രമണമെന്ന് പോലീസ് അനുമാനിച്ചിരുന്നതാണ്. ഇതിൽ ഏറ്റവും നിർണായകമായത് ഈ ചുറ്റിക വാങ്ങിയ കടയിൽ നിന്ന് ലഭിച്ച CCTV ദൃശ്യങ്ങളാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഈ പ്രതികളെ തിരിച്ചറിയുന്നു. പക്ഷേ ഒരു മാസ് ഓപ്പറേഷൻ, അതായത് എല്ലാവരെയും ഒന്നിച്ച് കസ്റ്റഡിയിലെടുക്കുന്ന തരത്തിലൊരു മാസ് ഓപ്പറേഷനാണ് നടന്നതെന്നുള്ളതാണ് നമ്മൾ ഈ പോലീസുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത്. അങ്ങനെയാണ് ഈ എറണാകുളത്ത് നിന്നും തൃശ്ശൂരിൽ നിന്നുമെല്ലാം പ്രതികളെ ഒരേ സമയം കസ്റ്റഡിയിലെടുക്കുന്നത്. സ്വാഭാവികമായും ഒരാൾ പിടിയിലായാൽ മറ്റുള്ളവർക്ക് വിവരം കൈമാറുന്നതിനും രക്ഷപ്പെടുന്നതിനുള്ള സാധ്യതകളുണ്ട്. അത്തരത്തിൽ പഴുതടച്ചുകൊണ്ട് ഈ പ്രതികളെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. ഇപ്പോൾ 5 പേരാണ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. പക്ഷേ അതിൽ 3 പേരാണ് ഈ നേരിട്ട് ഈ കൊട്ടേഷനിൽ പങ്കെടുത്തത്. ബാക്കി 2 പേർ ഇത് ആസൂത്രണം ചെയ്തു എന്ന് കരുതുന്നവരാണ്. അവരെ ചോദ്യം ചെയ്യുകയാണ്. പക്ഷേ അവരുടെ പങ്ക്, അവർക്ക് എത്രത്തോളം ഈ കേസുമായി പങ്കുണ്ട് എന്നെ സംബന്ധിച്ച് പോലീസ് ഇപ്പോഴും ഒരു അനുമാനത്തിലേക്ക് എത്തുന്നില്ല. എന്തായാലും 3 പേർ ഇതിൽ കൊട്ടേഷൻ സംഘത്തിൽ ഉൾപ്പെട്ട ആളുകളാണ്. തൃശൂർ സ്വദേശിയായിട്ടുള്ള സിജോയാണ് ഇത് ആസൂത്രണം ചെയ്തതെന്ന് കൂടി പോലീസ് അടിവരയിട്ട് ഉറപ്പിക്കുന്നു. ആർക്ക് വേണ്ടിയാണ് ഇത് ചെയ്തത് എന്നുള്ളത് മാത്രമാണ് ഇനി പുറത്തു വരാനുള്ളത്. ഹാഷ്മി, അല്ല സൂര്യ, നാട് മൊത്തം CCTVകളുണ്ട്, എല്ലാ കടകളിലും CCTV ഉണ്ട്, കാറിന് നമ്പറുണ്ട്. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ പിടിക്കപ്പെടുന്ന അത്ര ബോധമില്ലാതെയാണ് കൊട്ടേഷൻ കൊടുക്കുന്നതൊക്കെ. മനസ്സിലാവുന്നില്ല എൻ്റെ സൈക്കോളജി. ഹാഷ്മി, ഇത് ഭയപ്പെടുത്തുന്നതിന് വേണ്ടി ചെയ്തു എന്നുള്ളതാണ് പോലീസ് അനുമാനിക്കുന്നത്. നേരത്തെ ഇത് ഒരു കൊലപാതകത്തിലേക്ക് അടക്കം പോകാം എന്നുള്ളതായിരുന്നു, കൊലപാതകം ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണം എന്നുള്ളതായിരുന്നു ഈ സുനിലും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്ന ഡ്രൈവർമാരും എല്ലാവരും പറഞ്ഞിരുന്നത്. പക്ഷേ ഈ ചില ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഗുണ്ടകളടക്കമുള്ളവരെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. അവരെല്ലാവരും പറഞ്ഞത് ഒരു കൊലപാതകം ഉദ്ദേശിച്ച് നടത്തിയ ആക്രമണമല്ല എന്നുള്ളത് പലരും ചോദ്യം ചെയ്തതിൽ നിന്ന് പോലീസ് അത്തരമൊരു അനുമാനത്തിലേക്ക് എത്തിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത് ഭയപ്പെടുത്തുന്നതിന് വേണ്ടി ചെയ്തതായിരിക്കാം ഏതെങ്കിലും സാമ്പത്തിക തർക്കത്തിന്റെ പേരിൽ എന്ന് പോലീസ് കണ്ടെത്തുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.